ഈ സാധാരണ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJP കേന്ദ്ര നേതൃത്വം ഇടപെടാറില്ല. പതിവിന് വിപരീതമായിട്ട് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കേന്ദ്ര നേതൃത്വം ഇടപെടുകയാണ്. അമിത്ഷാ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തും. തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അമിത്ഷാ എന്തൊക്കെ പരിഷ്കാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്? തന്ത്രങ്ങളെല്ലാം ഒന്നും നമുക്കറിയാൻ പറ്റുകയില്ല. പലതും വളരെ രഹസ്യമായിട്ടുള്ള പാർട്ടിക്കാർക്കും പാർട്ടിയുടെ ഉന്നത ഭാരവാഹികൾക്കും പ്രഭാരിമാർക്കും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളായിരിക്കും. അതൊന്നും പുറത്തു വരികയില്ല, പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ സാർ, ഈ അമിത്ഷായുടെ വരവ് കൊണ്ട് CPM-ന് നെഞ്ചിടിപ്പ് ഏറിയിരിക്കുകയാണ്. CPM ആണ് സത്യത്തിൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യും അമിത്ഷായും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് CPM-നെ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. CPM-ന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള 2 പേർക്ക് നല്ല താടനം കൊടുത്തിട്ടാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ, ഇന്നും കൂടിയുണ്ട്, വരുന്ന ദിവസം കൂടി പാർലമെൻറ്റ് സമ്മേളനമുണ്ട്. ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വലിയ വിജയഘോഷുവായിട്ട് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. കാരണം ഇന്നലെ അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളോ ആരോപിക്കപ്പെട്ട് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ കോടതി വിധിച്ച ശേഷം 1 മാസത്തോളം കസ്റ്റഡിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രി പദമാണെങ്കിലും പ്രധാനമന്ത്രി പദമാണെങ്കിലും മന്ത്രി പദമാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് സ്വമേധയാ അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിന് ആരുടെ ആക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനൊരു ഭരണഘടനാ പ്രതിസന്ധി വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഈസ് നോ മോർ എ ചീഫ് മിനിസ്റ്റർ. ദർ ഈസ് നോ ലോക്കസ് സ്റ്റാൻഡി ഫോർ ഹിം സ്റ്റാൻഡ്സ് ആസ് എ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റർ, വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് കൃത്യമായിട്ട് ബില്ലിൽ പറയുന്നു. ഇന്ന് മാത്രമല്ല, ഈ പ്രതിപക്ഷം ബഹളമുണ്ടാക്കും. 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളായിരിക്കണം കോടതി ശിക്ഷിച്ചാൽ. ഗവൺമെൻറ് തീരുമാനിക്കുന്ന ആളിനെ ഒന്നും പറഞ്ഞുവിടാൻ പറ്റുന്നില്ല. പല മാധ്യമ അറസ്റ്റിലായി ഇങ്ങനൊരു വകുപ്പിട്ട് അറസ്റ്റിലായി 1 മാസത്തോളം ജയിലിൽ കിടന്നാലും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അർത്ഥം എന്താ? ഈ 5 വർഷത്തിൽ 1 മാസം പൂർത്തിയാക്കിയാൽ, അത്രയും സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ, ജയിലിൽ അത്രയും സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്താവൂ. 5 വർഷം തടവ് ശിക്ഷിച്ചു. 3 വർഷം തടവാണെങ്കിൽ അത് വരുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് കുന്തമെന്നറിയാതെ ആണ് ഈ ബില്ല് വലിച്ചു കീറിയത്. മഹുവ മൈത്രി എന്ന് പറയുന്ന ആ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിൽ പോലും അഴിമതി നടത്തിയ സ്ത്രീ. ഇവരെയൊക്കെ പറഞ്ഞയക്കാനും കുറേ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്. മമതാ ബാനർജി എന്നുള്ളത് ഏറ്റവും വലിയ കഷ്ടം. അവിടെയുള്ള അഴിമതി ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് റിയാക്ഷൻസ് വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും. അതെ, അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ക്രിമിനൽ അഴിമതി നടത്തുന്ന 2 സംസ്ഥാനങ്ങൾ അവയാണെന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. വളരെ വ്യക്തമായിട്ടത് നമുക്ക് വായിച്ചെടുക്കാനും പറ്റുന്നത്. താങ്കളുടെ സാർ, അതാണ് ഞാനും ചോദിക്കാൻ വന്നത്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ച MP-മാരിൽ സുരേഷ് ഗോപി ഒഴിച്ച് ഈ ഇടത് വലത് MP-മാർ ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്ത് രംഗത്ത് വരികയാണ്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? തീർച്ചയായും. അതുപോലെ തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, തിരുവനന്തപുരം, തൃശ്ശൂർ 2 കോർപ്പറേഷനുകളുടെയും മേയർ സ്ഥാനം പിടിച്ചെടുക്കലാണ് BJP-യുടെ ലക്ഷ്യം. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ തന്ത്രങ്ങളെ എന്തൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുമാത്രമല്ല, പാലക്കാടും അവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി അതും അവരുടെ സ്ഥാപനങ്ങളാണ്. അതെ, പാലക്കാടും പന്തളവും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വാർഡ് തലത്തിലുള്ള എത്രയാണ് ടാർഗറ്റ് എന്നുള്ളത് അദ്ദേഹം വെക്കും. തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. വളരെ ശക്തമായ തന്ത്രങ്ങൾ ഇപ്പോൾ ഫലിക്കുന്നുമുണ്ട്. ജോൺ ബ്രിട്ടാസും VD സതീശനും എല്ലാം കൂടി പോയി ശ്രമിച്ചിട്ടും ക്രിസ്ത്യൻ വിഭാഗത്തെ ഇതുവരെ അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് അവർ ഛത്തീസ്ഗഡിലേക്ക് പോയത്. പക്ഷേ ആ ലക്ഷ്യം പൂർത്തിയായില്ല. പരാജിതരായി അതിൻ്റെ കല്ലുകടിയും കണ്ണുകടിയും ദേഷ്യമൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വരേണ്ടത്. ഇപ്പോഴും ആ ബന്ധം നിൽക്കുന്നു. പരസ്യമായിട്ട് അവർ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർക്ക് അവരുടെ നന്ദി അറിയിച്ചിരിക്കുന്നു. ബിഷപ്പ് പാംപ്ലാനിക്കൽ, തലശ്ശേരി അതിരൂപതാ ബിഷപ്പ്, ഇതറിയിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ കണ്ടോ? അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തുമായിരുന്നു? കന്യാസ്ത്രീകളെ മോചിപ്പിക്കുകയല്ല, മറിച്ച്
ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബിജെപിയുമായിട്ട് അകറ്റുക, തമ്മിലടിപ്പിക്കുക, തന്ത്രം പാളി. ഓക്കെ, അത് ഞാൻ സാറിപ്പോൾ പറഞ്ഞ കാര്യമാണ് വാസ്തവത്തിൽ വളരെ പ്രസക്തമായത്. ഉദാഹരണത്തിന് ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ BJP രണ്ടാമതാണ്, CPM ആണ് അവിടെ ഭരിക്കുന്നത്. BJPക്ക് ഇപ്പോൾ അവിടെ നല്ല സ്വാധീനമുണ്ട്, നിരവധി സീറ്റുകളിൽ BJP ജയിക്കുന്നുണ്ട്. തലശ്ശേരി ടൗണിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, തലശ്ശേരി നിയമസഭാ മണ്ഡലമല്ല. അപ്പോൾ അവിടെ ഈ ഛത്തീസ്ഗഡ് വിഷയവും BJP എടുത്ത സ്റ്റാൻഡും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന BJP നേതൃത്വം, കേരള BJP നേതൃത്വം സ്വീകരിച്ച നിലപാടും അതിനെ പിന്തുണച്ച് ബിഷപ്പ് പ്ലാമ്പാനി രംഗത്ത് വരികയും ചെയ്തു. തലശ്ശേരി അതിരൂപത ഒന്നടങ്കം അതിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ വരവ് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായിട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ BJP ഇക്കുറി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ലക്ഷ്യം വെച്ച് BJP എന്തൊക്കെയായിരിക്കും ചെയ്യുക? സിറോ മലബാർ സഭയുടെ സപ്പോർട്ട് അവർക്കുണ്ട്, പരോക്ഷമായ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. സാമൂഹികമായിട്ടുള്ള ഒരു കാരണം, വലിയ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി തന്നെ 15-ാം വയസ്സിൽ തന്നെ വിവാഹിതരാകാം. ഇപ്പോൾ തന്നെ ഡെമോഗ്രാഫിക് പ്രഷർ വളർന്നു വരികയാണ്, കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഉടുപ്പിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 18% വർധനയാണ് മുസ്ലിം പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം താഴോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ വളരെ വലിയൊരു ഭയാനകമായ ഒരു ഭാവിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പലസ്തീൻ പോലോ പശ്ചിമേഷ്യ പോലോ ആയിത്തീരാനുള്ള സാധ്യതകൾ നമുക്ക് തീരെ തള്ളിക്കളയാൻ പറ്റും. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പറയുക. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ക്രിസ്ത്യാനികൾ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഗോഡ് ഈസ് പീസ് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമാണ്. അപ്പോൾ അങ്ങനൊരു ഭാവിയിലേക്ക് നാടിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധി മുതൽ പിണറായി വിജയൻ വരെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നാച്ചുറൽ അലി എന്ന് പറയുന്നത് ഇപ്പോൾ BJP തന്നെയാണ്. പ്രീണനം നടത്താത്ത BJP തന്നെയാണ്. അവിടെയും ഒരു ചോദ്യം, ഇന്ന് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമാണ്. ഏറ്റവും ഒടുവിൽ മൂവാറ്റുപുഴക്കാരിയായ സോന എന്ന പെൺകുട്ടി ലവ് ജിഹാദിന് ഇരയായി ആത്മഹത്യ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് അമിത്ഷാ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ, അതുപോലെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാത്ത UDFിനെതിരെ ആയുധമാക്കാൻ BJP ശ്രമിക്കില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വേണ്ട, അമിത്ഷാ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കോതമംഗലം സന്ദർശിക്കേണ്ടതാണ്. എറണാകുളത്തു നിന്ന് അധിക ദൂരമൊന്നുമില്ല, അദ്ദേഹത്തിന് എത്താൻ വലിയ പ്രയാസവും ഇല്ല. അത് എത്തേണ്ടതാണ്. വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും CPM ഫെഡറലിസത്തിലുള്ള ഇടപെടൽ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് BJPയുടെ അല്ല അവിടെ പോയിട്ടില്ലെന്നുള്ള വസ്തുത ഓർക്കണം. മറിച്ച് ഛത്തീസ്ഗഡിലേക്ക് പറക്കാനും പോകാനും എത്ര പേരായിരുന്നു അവിടെ. എന്തൊരു ഇവിടുത്തെ MPമാരെല്ലാരും കൂടി ഓടിപ്പാഞ്ഞാണ് അങ്ങോട്ട് പോയത്. പാവം പോയിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ചെന്ന് ജയിലിന്റെ മുന്നിൽ ഇങ്ങനെ കാവല് കിടക്കാം. എന്തെങ്കിലും ചെയ്യേണ്ടത് അവിടുത്തെ സർക്കാരാണ്. അത് ചെയ്യിക്കണമെങ്കിൽ BJP ആണ് സമ്മർദ്ദം ചെലുത്തേണ്ടത്. അവിടെ പിന്നെ അവരെ തടഞ്ഞ് നാട്ടുകാർ വെച്ചതേ ഉള്ളൂ. അവിടെ ഒരു പീഡനം ഉണ്ടായിട്ടില്ല, അല്ല അവരെ ഉപദ്രവിച്ചൊന്നുമില്ല, താടനം ഉണ്ടായിട്ടില്ല. അല്ല, അത് ഈ കന്യാസ്ത്രീകളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ ആരും കയ്യേറ്റം ചെയ്തില്ല, ഞങ്ങളെ തടഞ്ഞു വെച്ചു. ഈ കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായി, അതുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു വെച്ചു. പോലീസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി മാന്യമായിട്ട് പെരുമാറി. ശിക്ഷയുണ്ടായിട്ടില്ല, ഈ തരത്തിലൊരു മരണവും ഉണ്ടായിട്ടില്ല. പക്ഷെ മരണം ഉണ്ടായിട്ടുള്ള വീട്ടിൽ, അതും വളരെ പരിശുദ്ധയായിട്ടുള്ള കന്യാസ്ത്രീകളെക്കാൾ മാലാഖ പോലെ പരിശുദ്ധയായ ഒരു പെൺകുട്ടിയെ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ച് മുറിക്കകത്തിട്ട് അടച്ചു കൊന്നപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷി എവിടെയായിരുന്നു? ഈ ഛത്തീസ്ഗഡിൽ പോയ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയായിരുന്നു? ആൾക്കൂട്ടം എവിടെയായിരുന്നു? അവർക്കാർക്കും കോതമംഗലത്തെ സോനയുടെ വീട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് മൈറ്റിഗേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അദ്ദേഹം കോതമംഗലത്ത് ഇപ്പോൾ ചെല്ലണം, എന്ന് സന്ദർശിക്കണം. അവർ പറയാനുള്ളത് കേട്ട് അവർക്കൊരു സാന്ത്വനം കൊടുക്കണം. ഞാൻ പറയുന്നില്ല ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടണമെന്ന്. കാരണം കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണത്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ പരാജയമാണെന്നുള്ള പരാതി ലഭിച്ചാൽ മാത്രമേ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അതങ്ങനെ തന്നെയാണ്. FIR എങ്ങനെയിരിക്കും അതും കൂടെ നോക്കണം. ഇവിടെ വേണമെങ്കിൽ NIAക്ക് ഇടപെടാം. പക്ഷേ ഈ കുട്ടിയുടെ ഈ മരണം നടന്നപ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ടതാണ് ഈ സംഭവം. NIA മതപരിവർത്തനത്തിന്റെ വകുപ്പ് അതിനകത്തില്ല, കേസിലില്ല, FIRലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. പക്ഷെ അതുണ്ടെങ്കിൽ നിയമപരമായിട്ടല്ലേ ചെയ്യാൻ പറ്റും. അല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന പോലെ
നിയമവിരുദ്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പക്ഷേ കഴിയും. NIAക്ക് കേസ് വേണമെങ്കിൽ ഏറ്റെടുക്കാം സാർ. അതിനുള്ള അതിനുള്ള FIR-ൽ ഈ വകുപ്പ് വേണം, മതപരിവർത്തനം എന്നുള്ള വകുപ്പ്. അതാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. അദ്ദേഹം ഒരു കത്തോലിക് സമുദായാംഗമാണല്ലോ. അതെ അതെ അതെ. അപ്പം ഇതിൽ വിഷമമില്ലാത്ത ആളുമല്ല അദ്ദേഹം. പക്ഷേ വകുപ്പ് വലിയ പ്രശ്നമാണ്, നമ്മുടെ ഭരണഘടന വലിയ പ്രശ്നമാണ്. അത് മനഃപൂർവ്വമാണ് കേരള പോലീസ് ആ വകുപ്പ് ഒഴിവാക്കി, ആ മതപരിവർത്തന ശ്രമം ഒഴിവാക്കിയതാണ്. അതാണ് സംസ്ഥാനത്ത് മതപ്രീണനം ഒരു നയമായിട്ട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നീതി കിട്ടാൻ വലിയ പ്രയാസമാണ്. അത് പക്ഷേ അതുകൊണ്ട് ഈ അമിത്ഷാ വരുമ്പോൾ അവർക്ക് നേരിട്ട് പരാതി പറയാനും അമിത്ഷായ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും കഴിയില്ലേ? അതാണ് നമ്മളിവിടെ ഉയരുന്ന ചോദ്യം. അതാണ് സത്യത്തിൽ ഇത്തരം ഇങ്ങനത്തെ നീതികേട് ഒരു സമൂഹത്തിന് നേരെ നടക്കുമ്പോൾ അവിടെ നീതിയുടെ സഹായഹസ്തവുമായിട്ട് BJP എത്തിയാൽ അത് തീർച്ചയായിട്ടും BJPക്ക് ഗുണം ചെയ്യില്ലേ? തീർച്ചയായിട്ടും കൂടും. അതുപോലെ എറണാകുളത്തെ കുടിയേറ്റ ക്രിസ്ത്യാനികളല്ല, അവരുടെ സ്വന്തം പറമ്പിൽ നിന്ന്, കരം അടയ്ക്കുന്ന പറമ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാവപ്പെട്ട അധ്വാനിക്കുന്ന ക്രിസ്ത്യാനികളുടെ ആ മുനമ്പം പ്രശ്നം, അവിടെയൊക്കെ ഈ സക്രിയമായിട്ട് അമിത്ഷാ തന്നെ ചെല്ലുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചെല്ലുന്ന പോലെ അല്ല, അവിടെ സന്ദർശിക്കേണ്ടതാണ്. മഹാത്മാഗാന്ധി കേരളത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി പലതവണ സന്ദർശനം നടത്തിയതുപോലെ വൈക്കം സത്യാഗ്രഹ പ്രദേശത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ദർശനം നടത്തിയതുപോലെ ഒക്കെ തന്നെ അമിത്ഷായ്ക്ക് ഒരു സന്ദർശനം നടത്താവുന്നതാണ്. അങ്ങനെയൊക്കെ സന്ദർശനം നടത്തേണ്ടത് ധാർമ്മികമായിട്ട്, നിയമപരമല്ലെങ്കിലും ധാർമ്മികമായിട്ട് ഒരു ഉത്തരവാദിത്തമായിട്ട് BJP ഏറ്റെടുക്കുമ്പോൾ മാത്രമേ. ഇപ്പോൾ കാറ്റ് മാറി വീശുകയാണ് കേരളത്തിൻ്റെ മനസ്സിൽ, ആ കാറ്റിന് കുറച്ചുകൂടി ഒരു വേഗം കൈവരിക്കാൻ കഴിയും. എന്തായാലും അമിത്ഷായുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ആരൊക്കെയോ അമിത്ഷായെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അമിത്ഷായ്ക്കെതിരെ KC വേണുഗോപാൽ വെട്ടാട്ടമില്ല, പിന്നെ ഒരു അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടി അദ്ദേഹത്തിന് പാർലമെന്റിൽ തന്നെ. അതുകൊണ്ട് ഈ അമിത്ഷായുടെ വരവിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ വലിയ കോലാഹലങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP താഴെ തട്ടിൽ പ്രവർത്തനമുള്ള നെറ്റ്വർക്കുള്ള ഒരു പാർട്ടിയാണ്, കോൺഗ്രസിനെ പോലെയല്ല. അവിടെയാണ് ഈ അമിത്ഷായുടെ വരവ് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ടത്. അവിടെ പിന്നെ താഴെത്തട്ടിൽ കേഡർമാരുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ട് കൂറ്റൻ മുന്നണികൾക്കിടയിലാണ് ഈ പാർട്ടി. ഒരു സഖ്യകക്ഷി ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ജയിക്കാം. അല്ലെങ്കിൽ വേറൊരു സ്ഥിതി ഞാൻ പറയാം, എല്ലാ പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ, ഏറ്റവും വലിയ കക്ഷി BJP ആയിരിക്കും, സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ ആ സിറ്റുവേഷനിലൊരു മാറ്റം വരുന്നില്ല. മാറ്റം വരാത്ത സിറ്റുവേഷനാണ്, സെനേറിയോ ആണ് നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.